മറ്റുള്ളവരെ നമസ്കരിക്കുന്നവർക്ക് ഉയർച്ചയുണ്ടാകും എന്ന് പറയാറുണ്ട്. വൃക്ഷലതാദികളെ നട്ടു വളർത്തുന്നവർക്ക് അതിൽ നിന്നും കായ്കനികൾ ലഭ്യമാകുന്നു അല്ലേ? അഗതികൾക്കും ആർത്തന്മാർക്കും ദാനധർമ്മം ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നേട്ടമേ ഉണ്ടാവൂ. നമുക്ക് സ്വർഗവും നരകവും ഉണ്ടാക്കുന്നത് നാം തന്നെയാണ്. ലോകത്തിൻ്റെ ദുഃഖം മാറ്റുന്ന മനുഷ്യരാണ് യഥാർത്ഥ ദേവന്മാർ. എല്ലാവർക്കും ഉണ്ടാവേണ്ട ഒരു വലിയ ഗുണമാണ് വിനയം. ധനം എത്രയുണ്ടായാലും വിദ്യാഭ്യാസം എത്രയുണ്ടായാലും എത്രയോ ഉയർന്ന കുലത്തിൽ ജന്മമുണ്ടായാലും വിനയപൂർവമുള്ള ആ പെരുമാറ്റം ഇല്ല എങ്കിൽ അതെല്ലാം വ്യർത്ഥമാണ്. നമ്മുടെ ദുർവാസാവു മുനിക്ക് ജ്ഞാനം, തപസ് എന്നിവ ധാരാളമുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു മുൻകോപിയായിരുന്നു. ഭഗവദ്ദാസനായ അംബരീഷനോട് കോപിച്ചതു കാരണം വളരെയധികം വിഷമതകൾ ദുർവാസാവു മുനിക്ക് സഹിക്കേണ്ടി വന്ന കഥ പുരാണ പ്രസിദ്ധമാണ്. അതിനാലാണ് ജ്ഞാനം തപശ്ച വിനയാനീതമേവ മാന്യം എന്ന് പറയുന്നത്. മറ്റുള്ളവരെ വിനയപൂർവ്വം നമസ്കരിക്കുന്നവർക്ക് ജീവിതത്തിൽ ഉയർച്ചയും പുരോഗതിയും വന്നു ചേരും. നാം നമ്മുടെ വീട്ടുവളപ്പിൽ മാവ്, പ്ലാവ് മുതലായ ഫലവൃക്ഷങ്ങൾ നട്ടു വളർത്തുകയാണെങ്കിൽ ചക്ക, മാങ്ങ മുതലായവ നമുക്ക് യഥേഷ്ടം അനുഭവിക്കാം അല്ലേ? പണ്ടൊരു ചൊല്ലുണ്ട്, സമ്പത്തുകാലത്ത് തൈപ്പത്തു വെച്ചാൽ ആപത്തുകാലത്ത് കായ്പത്തു തിന്നാം എന്ന്. ഈ പറയുന്നത് വെറുതെയല്ല. നാം നട്ടു വളർത്തുന്ന ഫലവൃക്ഷങ്ങളിൽ നിന്ന് ഫലം നമുക്ക് അനുഭവിക്കുവാൻ സാധിച്ചില്ലെങ്കിലും നമുക്കു ശേഷം വരുന്ന തലമുറയ്ക്കെങ്കിലും സാധിക്കും. സത്യത്തിൽ നമുക്കു മുൻപുള്ളവർ അവർ നട്ടു വളർത്തിയ ആ ഫലവൃക്ഷങ്ങളിൽ നിന്നുള്ള ആ കായ്ഫലമാണ് നാം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതേപോലെ നാം നമ്മുടെ കഴിവിനനുസരിച്ച് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യണം. പരോപകാരം ചെയ്യണം വൃഥാ തന്നെയും ആദരാൽ പരസിദ്ധി ലഭിച്ചിടും മറ്റൊരിടത്തും നിർണയം. മറ്റുള്ളവരെ സഹായിച്ചാൽ മാത്രമേ ആപത്തിൽപ്പെട്ടാൽ നമ്മെ സഹായിക്കുവാനും ആളുണ്ടാവൂ. ഇത് പരമാർത്ഥമാണ്. നമുക്ക് സ്വർഗവും നരകവും ഉണ്ടാക്കുന്നത് നാം തന്നെയാണ്. നമ്മുടെ നല്ല പ്രവർത്തികളുടെ ഫലമായി സ്വർഗപ്രാപ്തിയും ചീത്ത പ്രവർത്തികളുടെ ഫലമായി നരകയാതനയും നമുക്ക് ലഭിക്കുന്നു. മറ്റുള്ളവർ ദുഃഖിക്കുമ്പോൾ നാമും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരണം. നമ്മുടെ മനസ്സ്, കണ്ണ്, നാവ്, കൈകൾ മുതലായവ കൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും ലോകത്തിൻ്റെ ദുഃഖം അകറ്റാനാവണം. ദുഃഖിതരിൽ കാരുണ്യവും ദയയും കാട്ടണം. നല്ല വാക്കുകളെ കൊണ്ടും നല്ല പ്രവർത്തികളെ കൊണ്ടും ലോകത്തിൻ്റെ ദുഃഖം ഇല്ലാതാക്കുന്ന മനുഷ്യരാണ് യഥാർത്ഥത്തിലുള്ള ദേവന്മാർ. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ എന്ന ആ ഒരു ആശയത്തെ ഉദ്ഘോഷിക്കുകയും പരമപ്രേമസ്വരൂപനായ ഈശ്വരനെ വണങ്ങുകയും ലോകത്തിലെ സർവ്വജീവികളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ആ പ്രേമ ചൈതന്യത്തെ വാഴ്ത്തി പാടുകയുമാണ് ഈ കുഞ്ഞു കഥയിലൂടെ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും ആ സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ ഗുരുവായൂരപ്പ ശരണം.